ഇന്ന് എല്ലാവരും പോലെ ഞങ്ങളും കുറച്ച് ബിസിയാണ്. ഇന്ന് സൺഡേ ആകുമ്പോൾ എല്ലാവരും ബിസി ആയിരിക്കും, പ്രാർത്ഥനയ്ക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പോകല്ലോ. അപ്പം ഞങ്ങളിന്ന് ആദ്യയുടെ അല്ലുൻ്റെ മുടിയൊക്കെ വെട്ടിയിറക്കാൻ വേണ്ടി പോവാണ്. പനിയൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് മുടിയൊക്കെ കിളുത്ത്, അന്നേരം നല്ല പനിയൊക്കെ പിടിച്ച് പനിയൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ വെട്ടാനായിട്ട് പോവാണ്. അപ്പോൾ അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് ഞങ്ങൾ കപ്പയും മീനുമായിരുന്നു, ഉണക്ക കപ്പയും മീൻ കറിയായിട്ട് അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇന്ന് നല്ല ക്ലൈമറ്റുമാണ് കേട്ടോ, അപ്പം വെയിലും ഇല്ല, അധികം ചൂടുമില്ല. ഈ ഒരു ക്ലൈമറ്റിൽ പോകാനാണ് എനിക്കും ഇഷ്ടം, കാരണം എനിക്ക് മൈഗ്രെയിൻ അടിക്കും പെട്ടെന്ന്. അപ്പം മൈഗ്രെയിൻ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ വരുന്നവരെ. അപ്പം പെട്ടെന്ന് ഞങ്ങൾ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് പോയി. അവിടെ ഒരു ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ലാലോങ്ങളോടെ കാപ്പിക്കുരു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരോട് സംസാരിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി. വണ്ടി കയറാൻ 2 പേർക്കും ഫ്രണ്ടിൽ ഇരിക്കുകയാണ് അവന് ഭയങ്കര ഇഷ്ടം. പിന്നെ എങ്ങനെയോ ചാവട്ടം വണ്ടിയുടെ ഫ്രണ്ടിൽ കയറ്റി പതിയെ ഞങ്ങൾ കൂപ്പളിലോട്ട് നീങ്ങി. കൂപ്പളിലാണ് മുടി വെട്ടാൻ പോകുന്നത്. അപ്പോൾ അവിടെ വെട്ടിയാലേ ശരിയാവുള്ളൂ, കാരണം മറ്റേ ആരും ഇവന്മാരെ മുടി വെട്ടി ശരിയാവത്തില്ല, കാരണം ഇച്ചിരി ഇടങ്ങേടാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ അമൽ ജ്യോതി കോളേജ്. അപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു സ്പോട്ടെന്ന് പറഞ്ഞാൽ അമൽ ജ്യോതി കോളേജാണ്. ആ കോളേജിൻ്റെ ഹോസ്റ്റലാണ് അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെല്ലാം കൈതൊക്കെ വെച്ചു, നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. ഇത് അമൽ ജ്യോതി കോളേജിൻ്റെ ഭാഗം കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ കവാടമൊക്കെ. അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ആദ്യയുടെ മുടി വെട്ടാനായിട്ട് ആദ്യം കയറ്റി. പെട്ടെന്ന് തന്നെ അവൻ്റെ മുടി വെട്ടി ഇറക്കി. അത് കഴിഞ്ഞിട്ട് അല്ലുവിൻ്റെ മുടി വെട്ടി ഇറക്കാൻ കയറി. അവന് വലുതായിട്ട് മുടിയൊന്നുമില്ല, എന്നാലും പനിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഈ ചൂടും ഇടയ്ക്കുള്ള ഒരു മഴയൊക്കെ ആകുമ്പോഴത്തേനും പിള്ളേർക്ക് പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടുകയും കുറേയൊക്കെ ചെയ്യും. അപ്പം മുടി തലയിൽ വെള്ളമൊക്കെ ഇറങ്ങി, അതുകൊണ്ട് 2 പേരെയും ഒരുമിച്ച് അങ്ങ് വെട്ടി. എല്ലാ പ്രാവശ്യം 2 പേരെ ഒരുമിച്ചാണ് വെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 പേരെ മുടിയൊക്കെ വെട്ടാനായിട്ട് കയറ്റി. ആദ്യയുടെ മുടി കെട്ടി ഇറക്കി. അത് കഴിഞ്ഞ് അല്ലുവിനെ കയറ്റി. ഇന്ന് ഏട്ടൻ്റെ മുടിയും വെട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വന്നപ്പം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് 3 പേരും കൂടെ വെട്ടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ വേറെ 3 പേരുടെ ഇന്ന് മുടി വെട്ടി ഇറക്കി. അവൻ അല്ലുവിൻ്റെ മുടിയും വെട്ടി ഇറക്കി, അല്ലുവിനെയും പതി ഇറക്കി. അല്ലുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്, കാരണം ഇന്ന് രാവിലെ അവൻ നേരത്തെ എഴുന്നേറ്റ്. ബാക്കി എല്ലാ ദിവസവും അവൻ 9 മണി കഴിയാതെ അവൻ എഴുന്നേൽക്കില്ല. അപ്പോൾ ഇന്ന് മാത്രം അവൻ ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവൻ നേരത്തെ എഴുന്നേൽക്കും. അപ്പോൾ അവൻ്റെ മുടി വെട്ടി. അപ്പോൾ 2 പേരൊരു ഷോയാണ്. അത് കണ്ടോ അമ്മ, എങ്ങനെയുണ്ട്, കൊള്ളാവാ? 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മുടി കൊള്ളാം, വെട്ടിയത് രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ മുടി വെട്ടി ഇറക്കി. ഏട്ടനും അധികം നല്ല മുടി ഉണ്ടായിരുന്നു. പിന്നെ ഷേവൊക്കെ നേരത്തെ ചെയ്തു. അപ്പം മുടിയും കൂടെ വെട്ടാനായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ട് മുടി വെട്ടാൻ കടയിൽ വരും, ബാക്കിയെല്ലാം പുള്ളി തന്നെ ചെയ്യും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പ് വരെ പോയി. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ്, ഒരു വളവിൻ്റെ അപ്പുറത്താണ് ഒരു പെട്രോൾ പമ്പുണ്ട്. അവിടെ നിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി അവിടെ കയറി. അവിടെ ചെന്നപ്പോഴും മാര് ഭയങ്കര കമ്പനിയായി അവരോട്. ഞായറാഴ്ച അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ എങ്ങും കേട്ടോ. എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും, രാവിലെയല്ലേ ഞങ്ങളും പോയി. അപ്പം അവിടെ ഞങ്ങൾ കയറി പെട്രോളൊക്കെ അടിച്ചു. അപ്പോൾ അല്ലു ഇതൊക്കെ നോക്കി കാണും, ആദ്യമായിട്ട് വെളിയിൽ ഇറങ്ങി അവൻ കാണുന്ന ഇതൊക്കെ, അല്ലെങ്കിൽ വണ്ടിയിലേ ഇരിക്കുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് അവരോട് കമ്പനി കൂടാൻ വേണ്ടി പുള്ളി പെട്ടെന്ന് വെളിയിലിറങ്ങി. അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഒരു കൂൾ ഡ്രിങ്ക്സൊക്കെ കുടിക്കാനായിട്ട് ഇവിടെ അടുത്ത് തന്നെ, ഇത് അവർ മുടി വെട്ടി ബാർബർ ഷോപ്പാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇതാണ് ഞങ്ങൾ ഞായറാഴ്ച മുടി വെട്ടാൻ വരുമ്പോൾ കയറുന്ന ബേക്കറി കേട്ടോ. അപ്പോൾ അവിടെ കയറി പല സാധനങ്ങളും എടുത്ത് നോക്കി, അതൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ബ്രൗണിയൊക്കെ കാണിച്ചു, അതൊന്നും വേണ്ട. അപ്പോൾ എന്തൊക്കെയോ തപ്പി നടക്കുക. ജ്യൂസ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ തണുത്ത ജ്യൂസൊക്കെ നമ്മൾ ഫ്രീസറിൽ ഇങ്ങനെ വെക്കുമല്ലോ, ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുമല്ലോ, അപ്പം അതൊക്കെ നോക്കി നടക്കുമായിരുന്നു. പക്ഷേ അതൊന്നും കുടിക്കാൻ പറ്റിയ സാഹചര്യമല്ല. അപ്പോൾ ഞങ്ങൾ ഫ്രഷ് ലൈമൊക്കെ മേടിച്ച് കുടിച്ച് 2 പേർക്ക് ഓരോ ഫ്ലേവർ നബാട്ടിയൊക്കെ മേടിച്ച് വണ്ടി ഞങ്ങൾ കയറി. ഇതാണ് ഞങ്ങളുടെ കൂപ്പളി സ്കൂളാണ്. പിന്നെ ഇത് ഹോളി ക്രോസ് ഹോസ്പിറ്റലാണ്, സിസ്റ്റർമാരൊക്കെ നടത്തുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇതൊക്കെ നമ്മുടെ കൂപ്പളി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ആദ്യനെ അല്ലുവിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അവരുടെ ഇഷ്ടത്തിന് ഇന്ന് വിട്ടിരിക്കുകയാണ്, TV കാണാൻ പോലും കേട്ടോ. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചങ്ങ് അഴിച്ച് വിട്ടേക്കുവാണ്. അപ്പോൾ അവർ TV കാണുന്നു, ഞങ്ങൾ അടുത്ത ട്രിപ്പിന് പോകുന്നു. അടുത്ത ട്രിപ്പ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല. അപ്പം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറാനുണ്ട്. അപ്പം അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.